എവരി വൺ. അപ്പോൾ നമ്മുടെ വെക്കേഷൻ സ്റ്റാർട്ട് ചെയ്തിരിക്കുകയാണ്. അപ്പോൾ നമ്മൾ വെക്കേഷൻ ആയതുകൊണ്ട് വയനാട്ടിൽ നമ്മുടെ വീട്ടിലേക്ക് പോവുകയാണ്. അപ്പോൾ പോകുന്നതിൻ്റെ വീഡിയോസാണ് നിങ്ങൾ കാണുന്നത്. അപ്പോൾ നമ്മൾ ഈ പ്രാവശ്യം പോകുന്ന വഴി വെള്ളമുണ്ട വഴി പോകാമെന്നാണ് കരുതുന്നത്. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മമ്മിയുടെ അമ്മ പ്രായാധിക്യത്തിൻ്റേതായ പ്രശ്നങ്ങളുള്ളതിനാൽ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ മമ്മിയെ കാണണമെന്ന് ഇങ്ങനെ പറയും. അപ്പം മമ്മിക്ക് നമ്മുടെ സാഹചര്യം ബുദ്ധിമുട്ട് കാരണം ഓടി വരാൻ പറ്റില്ല. അപ്പോൾ ആ ഒരു കാരണങ്ങളൊക്കെ മുൻനിർത്തിയിട്ട് നമ്മളെന്തായാലും ഈ പ്രാവശ്യം വീട്ടിൽ പോകുന്ന വഴിയിൽ ഫസ്റ്റ് പ്രയോറിറ്റി അതാണ് വെച്ചിരിക്കുന്നത്. അതായത് അമ്മയെ കാണണം എന്നുള്ളതാണ്. അപ്പോൾ നമ്മൾ മമ്മിയുടെ വീട്ടിലേക്ക് പോകുന്ന വഴിയിലാണ്. ഈ വഴി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഭയങ്കര ഇടതൂർന്ന മരങ്ങളൊക്കെയുള്ള ഒരു വന്യമായ പ്രതീതി തോന്നിക്കുന്ന വഴികളാണ്. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്പേസൊക്കെയാണ്. ചൂടുകാലമാണെങ്കിലും വലിയ ചൂടൊന്നും ഇല്ലാത്ത നല്ലൊരു തണുത്ത അന്തരീക്ഷമാണ് ഇവിടെ. കാരണം ഇത്രയും മരങ്ങളൊക്കെ ആയതിനാൽ. പിന്നെയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് വഴി ചെറുതായതുകൊണ്ട് വണ്ടി നല്ല ശ്രദ്ധിച്ചൊക്കെ വേണം നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകാൻ. ഒരു ഓഫ് റോഡ് പ്രതീതിയാണ് നമുക്കിങ്ങനെ പോകുമ്പോൾ തോന്നുന്നത്. എന്തായാലും ഭയങ്കര രസകരമായിട്ടുള്ളൊരു യാത്ര. ഒരു കുന്നിൻ്റെ മുകൾ ഭാഗത്താണ് വീട് വരുന്നത്. അപ്പോൾ അങ്ങനെ നമ്മൾ മമ്മിയുടെ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഇപ്പം പഴയ രീതിയിലുള്ള വീടായതിനാൽ നമുക്ക് വീടിൻ്റെ അകത്തേക്ക് കയറാൻ പറ്റില്ല. അപ്പോൾ നമ്മൾ പുറത്തിരുന്നു, അമ്മേനെ പുറത്തേക്ക് കൊണ്ടുവന്നു. അപ്പോൾ അമ്മയും നമ്മളോടൊപ്പം പുറത്തിരിക്കുകയാണ്. വിശേഷങ്ങളും കഥകളൊക്കെ ഒരുപാട് വർത്തമാനങ്ങളൊക്കെ പറഞ്ഞ് അങ്ങനെ നമ്മളെല്ലാവരും കൂടെ പുറത്ത് ഒരുപാട് നേരം ഇങ്ങനെ ഇരുന്ന് വിശേഷങ്ങളൊക്കെ ഷെയർ ചെയ്യുന്നതിൻ്റെ വീഡിയോസാണ് ഇപ്പോൾ നിങ്ങൾ കാണുന്നത്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഇവിടെ വന്നിട്ട് എനിക്ക് തോന്നുന്നു 10-20 വർഷമായി തോന്നുന്നു. അതിനുശേഷം എനിക്ക് വരാൻ പറ്റിയിട്ടില്ല. കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോൾ നമ്മൾ ഈ വന്ന റോഡ് ഈ അടുത്ത് വന്ന റോഡാണ്. ശരിക്കും ഒരു ഇടവഴിയിലൂടെയാണ് ശരിക്കും ആദ്യമൊക്കെ നമ്മുടെ ഈ വീട്ടിലേക്ക് വന്നുകൊണ്ടിരുന്നത്. പിന്നീടാണ് ഇപ്പോൾ ഈ കാണുന്ന രീതിയിൽ ഇപ്പോൾ നമ്മൾ ഈ ഞാൻ പറഞ്ഞില്ലേ ഓഫ് റോഡ് പ്രതീതിയുള്ള റോഡെന്ന് പറഞ്ഞില്ലേ, ആ ഒരു റോഡ് വന്നതിന് ശേഷമായിരുന്നു. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ഒരുപാട് നാളായി ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ മമ്മിയുടെ വീട്ടിൽ ഞാൻ വന്നിട്ട്. സുമി അതുപോലെയൊക്കെ തന്നെയാണ്. എന്നാലും അതിന് ശേഷം അതായത് 20 വർഷമായില്ല എന്ന് തോന്നുന്നു സുമി. പക്ഷേ ഞാൻ ഏകദേശം 20 വർഷത്തോളം ആയി. എൻ്റെ കുട്ടിക്കാലത്തൊക്കെ ഞാൻ ഒരുപാട് തവണ വന്നിട്ടുണ്ട്, വളരെ ചെറിയ കുട്ടിയായിരുന്ന സമയത്ത്. അപ്പോൾ ഇവിടെ വെക്കേഷൻ സമയത്തൊക്കെ വന്നു. ഒരുപാട് ഇവിടെ മുറ്റത്തും പരിസരത്തൊക്കെ കുറേ കാപ്പിച്ചെടികളൊക്കെയാണ്. ഈ കാപ്പിയിലൊക്കെ ഊഞ്ഞാൽ കെട്ടി ആടുന്നതും അങ്ങനെ ഒരുപാട് ഓർമ്മകൾ ഈ മണ്ണിലും ഈ ചുറ്റുവട്ടത്തൊക്കെ ആയിട്ട് നമുക്ക് വീണ്ടും ഓർക്കാനും മനസ്സിൽ സൂക്ഷിക്കാനും വളരെ കുളിർമയുള്ള ഓർമ്മകളായിട്ട് എപ്പോഴും നമ്മുടെ മനസ്സിൽ കാത്തു വെക്കുന്നതാണ്. അപ്പം നമ്മൾ ഏകദേശം ഉച്ചയാകാനായപ്പോഴാണ് അവിടുന്ന് 11 മണി കഴിഞ്ഞപ്പോഴാണ് അവിടുന്ന് പോകുന്നത്. അപ്പോൾ അവിടുന്ന് കുറച്ച് ചോറൊക്കെ കഴിച്ചിട്ടാണ് പോകുന്നത്. എന്നാലും ഇവിടെ വന്നപ്പോഴത്തേക്കും നല്ലോണം വിശന്നു. അപ്പോൾ നമുക്ക് ആൻറ്റിമാരും എല്ലാവരും കസിൻസും ഒക്കെ ചേർന്ന് ഫുഡൊക്കെ തന്നു. എല്ലാവരും ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ വളരെ മനോഹരമായി എല്ലാവരും ഒപ്പം ഒരു ഈവനിങ് അങ്ങനെ. പിന്നെ ഇവിടുത്തെ മനോഹരമായ ഓർമ്മകൾ എന്ന് പറയുന്നത് കശുവണ്ടി പറക്കാൻ പോകുന്നതാണ്. വെക്കേഷൻ സമയത്താണ്. അപ്പോൾ ഇവിടുത്തെ കുട്ടികളെല്ലാവരും കസിൻസ് എല്ലാവരും കൂടി ഒന്നിച്ചാണ് പോകുക. അങ്ങനെ കുറേ കവറിലും ചാക്കിലൊക്കെ ആയിട്ട് ഒരുപാട് വാരി കൂട്ടുന്നുണ്ടാവും. അതൊക്കെ ഒരു മനോഹരമായിട്ടുള്ള ഓർമ്മകളാണ്. കുറച്ച് മുകളിലേക്ക് പോയി കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറേ കശുമാവുകളുണ്ട്. അപ്പോൾ അങ്ങനെ പിന്നെ പ്രത്യേകിച്ച് ഞങ്ങളെയൊക്കെ സംബന്ധിച്ചിട്ട് ഏറ്റവും രസകരമായിട്ടുള്ള ഏറ്റവും സന്തോഷം നൽകുന്ന ഒരു കാര്യം എന്ന് പറയുന്നത് അമ്മ നമ്മളിവിടുത്തെ അമ്മയെ, അതായത് ഞങ്ങളുടെ ഗ്രാൻഡ് മദറിനെ വെള്ളമുണ്ട അമ്മ എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ ഈ വെള്ളമുണ്ടയിൽ അമ്മ നമുക്ക് വേണ്ടിയിട്ടൊക്കെ കുറേ കശുവണ്ടികളൊക്കെ ശേഖരിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതൊക്കെ ചുട്ടിട്ട് ഓരോരുത്തർക്കും അതായത് എല്ലാ കൊച്ചുമക്കൾക്കും ഒരേപോലെ വീതിച്ചിങ്ങനെ തരും. അതായത് അടുപ്പിലിട്ട് ചുട്ടെടുത്ത് ഭയങ്കര അപാര ടേസ്റ്റാണ്. അപ്പോൾ അതൊക്കെ കഴിക്കുന്നത് തന്നെയാണ് ഞങ്ങളുടെ വളരെ ചെറുതായിരുന്ന സമയത്തെ കുട്ടിക്കാലത്തിലെ ഏറ്റവും സ്വാദിഷ്ടമായിട്ടുള്ള ഓർമ്മകൾ എന്ന് പറയുന്നത്. പിന്നീട് ഞങ്ങളൊക്കെ കുറച്ച് വലുതായതിന് ശേഷം ഇടവഴികളിലൂടെയാണ് ഇങ്ങോട്ട് കയറി വന്നുകൊണ്ടിരുന്നത്. അപ്പം നമുക്കതിന് സാധിക്കാതായി. അങ്ങനെ നിറയെ ഓർമ്മകളുള്ള ഒരു സ്പേസാണ് ഈ മമ്മിയുടെ വീടെന്ന് പറയുന്നത്. എല്ലാ കുട്ടികൾക്കും അങ്ങനെ തന്നെ ആകുമെന്ന് വിചാരിക്കുന്നു. കാരണം നമ്മൾ വെക്കേഷനിലൊക്കെ നമ്മൾ ചെല്ലുന്നു, നമ്മളെ കാത്തിരിക്കുന്ന കുറേ ആളുകൾ. അപ്പം അങ്ങനെ നിറയെ സ്നേഹം, അങ്ങനെയൊക്കെയുള്ളൊരു സ്പേസ് എല്ലാവരുടെയും അമ്മമാരുടെ വീടുകളൊക്കെ അങ്ങനെ തന്നെ ആകുമെന്ന് കരുതുന്നു. പിന്നെ ഞങ്ങൾ കുറേ നേരം വർത്തമാനം പറഞ്ഞ് നിന്നില്ല. പിന്നെ ഗ്രാൻഡ് മദറിന്, അതായത് വെള്ളമുണ്ട അമ്മയ്ക്ക് നമ്മുടെ കൂടെ പോരണമെന്നുണ്ടായിരുന്നു. പക്ഷെ അമ്മയുടെ ആരോഗ്യസ്ഥിതിയും പിന്നെ നമ്മൾ വീട്ടിൽ വന്നെല്ലാം ഒന്ന് അറേഞ്ച് ആവുന്നേ ഉള്ളൂ. അപ്പോൾ അതുകൊണ്ട് ഈ പ്രാവശ്യം ഞങ്ങൾ വീണ്ടും വരാമെന്ന് പറഞ്ഞ് അമ്മയെ കൂട്ടാൻ വരാമെന്ന് പറഞ്ഞിട്ടാണ് ഞങ്ങൾ പോകുന്നത്. അപ്പോൾ അങ്ങനെ അമ്മ റെഡിയായിരുന്നു ഞങ്ങളുടെ കൂടെ വരാൻ. അമ്മയ്ക്ക് ഒത്തിരി ഇഷ്ടമാണ്. അങ്ങനെ പിന്നെ ഞങ്ങൾ ഈ ഒരു ഫോറസ്റ്റ് വഴിയിലൂടെയൊക്കെ ഇങ്ങനെ പോരുന്ന സമയത്തൊക്കെ നമ്മുടെ വയനാട് ഇപ്പോൾ എല്ലാവർക്കും വാർത്തകളിലൊക്കെ ഒരുപാട് കേട്ടിട്ട് ഒരുപാട് വിശേഷങ്ങളൊക്കെ അറിഞ്ഞിട്ടുണ്ടാവും.
പുലി, കടുവ, ആന. അപ്പോൾ അങ്ങനെയുള്ള ഓർമ്മകളും ചിന്തകളൊക്കെ ഞങ്ങൾ അങ്ങോട്ടും ഇങ്ങോട്ടും ഷെയർ ചെയ്തുകൊണ്ട് തന്നെയാണ് പോകുന്നത്. നമ്മുടെ സുമി ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പുറത്തുനിന്ന് പറയുന്നുണ്ടായിരുന്നു, പുലിയും കടുവയൊക്കെ വരുന്നുണ്ടോ, ശ്രദ്ധിക്കണം, അങ്ങനെയൊക്കെ തന്നെ. കാരണം അതൊരു സിറ്റുവേഷനാണ്. കാരണം നമ്മുടെ വയനാട്ടുകാർക്ക് അത്തരത്തിൽ ഭീകരമായൊരു സിറ്റുവേഷൻ ഇവിടെ ഉണ്ട്. കാരണം വന്യമൃഗങ്ങളുടെ അക്രമങ്ങൾ അതിൽപ്പെടുക എന്നൊക്കെ പറയുന്നത് വളരെ വലിയൊരു പ്രശ്നമാണല്ലോ. പക്ഷേ എന്തോ അറിയത്തില്ല, നമ്മളെന്തായാലും ഒരു മങ്കിയെപ്പോലും കണ്ടില്ല റോട്ടിൽ എന്നുള്ളതാണ് സത്യം. അങ്ങനെ ഞങ്ങൾ എന്നാലും അവിടേക്ക് ഇവിടേക്ക് നമ്മൾ ജാഗ്രത വേണമല്ലോ. അപ്പോൾ അങ്ങനെയൊക്കെ നോക്കി. പക്ഷേ ഇവിടെ ആളുകളൊക്കെ കൂളായിട്ട് ഓട്ടോയിലും അതുപോലെ തന്നെ ബൈക്കിലൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ യാത്രയൊക്കെ ചെയ്യുന്നുണ്ട്. കാരണം ആളുകൾക്ക് അങ്ങനെ പേടിച്ച് ജീവിക്കാൻ കഴിയില്ലല്ലോ എപ്പോഴും. അപ്പോൾ അങ്ങനെ തന്നെയാണ് മുന്നോട്ട് പോകുന്നത്. പക്ഷേ എന്നാലും നമ്മൾ ഈ ഒരു ഇഷ്യൂസൊക്കെ വന്നതിന് ശേഷം ആദ്യമായിട്ടാണ് നമ്മുടെ നാട്ടിലേക്ക് ഈ വഴിയിലൂടെ വരുന്നത്. അപ്പോൾ അതുകൊണ്ട് നമുക്കതിൻ്റെ ഒരു ക്യൂരിയോസിറ്റിയും അത്തരം കാര്യങ്ങൾ, കാരണം നമ്മുടെ നാടാണല്ലോ, അത്തരം കാര്യങ്ങൾ പെട്ടെന്ന് നമ്മൾ ഷെയർ ചെയ്യപ്പെടുമല്ലോ. അപ്പോൾ അതുകൊണ്ടാണ് ഞങ്ങളിങ്ങനെ അത്തരം കാര്യങ്ങളെപ്പറ്റി ഒരുപാട് സംസാരിച്ചു പോന്നു. അപ്പോൾ ഇതൊക്കെ തന്നെയാണ് നമ്മളുടെ ഈ യാത്രയുടെ പ്രത്യേകതകൾ, വിശേഷങ്ങൾ എന്ന് പറയുന്നത്. പിന്നെ ഇതാ നമ്മുടെ വീടെത്താനായിട്ടിരിക്കുകയാണ്. കഴിഞ്ഞ ഓണ വെക്കേഷനിലാണ് ഞങ്ങൾ മുമ്പ് ഇവിടെ വന്നത്. അപ്പോൾ നമ്മൾ വീണ്ടും ഒരവധിക്കാലത്ത്, അതായത് സമ്മർ വെക്കേഷൻ കാലത്തേക്ക് നമ്മൾ സ്റ്റാർട്ട് ചെയ്തു. സമ്മർ വെക്കേഷൻ നമ്മൾ വീണ്ടും വീട്ടിലെത്തി. ബാക്കിയുള്ള വിശേഷങ്ങളൊക്കെ നമ്മൾ വീണ്ടും ഷെയർ ചെയ്യുന്നതാണ്. ഇവിടെ നെറ്റ്വർക്ക് ഇഷ്യൂസ് നല്ലോണം ഉണ്ട്. പിന്നെ നമ്മൾ നെറ്റ് കണക്ഷനൊക്കെ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ട്. കാരണം എന്തെങ്കിലുമൊക്കെ ഒന്ന് സെർച്ച് ചെയ്യണമെന്നുണ്ടെങ്കിൽ നെറ്റ് വേണമല്ലോ, അതുകൊണ്ടല്ലേ. മാത്രമല്ല നമ്മുടെ യൂട്യൂബ് ആണെങ്കിൽ അപ്ലോഡ് ചെയ്യണമെങ്കിൽ നെറ്റ് വേണമല്ലോ. അപ്പം അങ്ങനെയുള്ളത് കൊണ്ട്, അല്ലെങ്കിൽ നമുക്ക് കോൾ തന്നെ ഇവിടെ ബുദ്ധിമുട്ടാണ് നമ്മുടെ നാട്ടിൽ. നെറ്റൊക്കെ റെഡിയായിട്ട് വരും. ഓക്കെ.